ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പോലീസ് ഉദ്യോഗസ്ഥർക്കും കടലിൽ സഞ്ചരിക്കുന്നവർക്കും ഒരു മധ്യസ്ഥനുണ്ട്, വിശുദ്ധ മിഖായേൽ. ദൈവത്തിന് തുല്യൻ ആര് എന്നാണ് ഈ വാക്കിനർത്ഥം തന്നെ. വെളിപാട് 12-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ സ്വർഗത്തിൽ ദൈവത്തെ എതിർക്കുന്ന ലൂസിഫറിനെയും കൂട്ടരെയും ചെറുത്ത് നരകത്തിലേക്ക് ആട്ടി ഓടിക്കുന്നത് വിശുദ്ധ മിഖായേലാണ്. 1886 ലയോ 13-ാമൻ പാപ്പ ദിവ്യബലി മധ്യേ നരകത്തിൽ നിന്ന് എത്തിച്ചേരുന്ന പിശാചുക്കളുടെ കൂട്ടത്തെ കണ്ട് ഏതാണ്ട് അബോധാവസ്ഥയിലേക്ക് നിപതിക്കുന്നത്. സഭയെ ചെറുക്കാൻ വന്നവരെ നരകത്തിലേക്ക് തിരിച്ചോടിക്കാൻ മിഖായേൽ ഉടനെ രംഗത്ത് വരുന്നു. ആ ദിവ്യബലിക്ക് ശേഷം അദ്ദേഹം എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖായേലിനോടുള്ള ജപം. സഭയ്ക്ക് എതിരെയും കുടുംബങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും ഇന്ന് സാത്താൻ്റെ ശക്തികൾ പോരാടുന്നുണ്ട്. നമ്മുടെ ഇടയിലൂടെ സാത്താൻ സഞ്ചരിക്കുന്നുമുണ്ട്. ചെറുക്കാൻ മിഖായേലിൻ്റെ സംരക്ഷണമാണ് നാം ചോദിക്കേണ്ടത്. എല്ലാ ദിവസവും വ്യക്തിപരമായും കുടുംബത്തിലും സമൂഹത്തിലും വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം കിട്ടും. അതുകൊണ്ട് തന്നെ വിശുദ്ധ മിഖായേൽ നമ്മുടെ വലിയ ഒരു കൂട്ടുകാരനായിരിക്കട്ടെ, സഹായിയായിരിക്കട്ടെ, സംരക്ഷകനായിരിക്കട്ടെ. നമ്മെ തന്നെ എല്ലാ ദിവസവും വിശുദ്ധ മിഖായേലിന് സമർപ്പിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരാം. ആമേൻ.